മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന മുസ്ലിം തീവ്ര സംഘടനകളുടെ വാദത്തെ ഉറപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ യുവ നേതാവായ KM ഷാജി രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെ ഷാജിയെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗിലെ തന്നെ മുതിർന്ന നേതാവായ ET മുഹമ്മദ് ബഷീറും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതോടെ കനത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. UDFിൽ എല്ലാവരോടും ആലോചിച്ച് തന്നെയാണ് മുനമ്പം ഭൂമി വഖഫ് അല്ല എന്ന തൻ്റെ പ്രസ്താവന നടത്തിയെന്ന വിശദീകരണം സതീശൻ ഇപ്പോൾ പുറത്തുവിട്ടതോടെ മുനമ്പം വിഷയത്തിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും രൂക്ഷമാകുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ജനത്തെ കബളിപ്പിക്കുന്ന പ്രസ്താവനകൾ മുനമ്പത്ത് നടത്തിയ UDF നേതാക്കൾ ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ കൂടുതൽ പരിഹാസ്യരായിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന അഭിപ്രായത്തോട് താനോ ലീഗോ യോജിക്കുന്നില്ലെന്നും വഖഫ് ഭൂമിയാണെന്ന തരത്തിൽ തന്നെ ആ ഭൂമിയിൽ കയ്യേറിയിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നത്തെയാണ് മുസ്ലിം ലീഗ് അഭിസംബോധന ചെയ്യുന്നതെന്നും അത്തരം മാനുഷിക പ്രശ്നങ്ങളിൽ നിയമവും മറ്റും പറഞ്ഞു നിൽക്കാൻ നേരമില്ലെന്നും പ്രതിപക്ഷ നേതാവല്ല ആര് പറഞ്ഞാലും അത് വഖഫ് ഭൂമി ആണെന്നും എന്നാൽ ഈ വിഷയത്തിൽ ഇരകളായി നിൽക്കുന്ന മനുഷ്യരുടെ കൂടെ ഞങ്ങൾ നിൽക്കുകയാണെന്നും വഖഫിൻ്റെ ഉടമകളായ സമുദായത്തിലെ മുഴുവൻ സംഘടനകളും പറയുന്നത് അത് വഖഫ് ഭൂമി തന്നെയാണെന്നും എന്നാൽ ഈ പ്രശ്നത്തിൽ പരിഹാരം സർക്കാർ പറയുമെന്നാണെന്നുമാണ് KM ഷാജി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് വീണ്ടും ഷാജി തൻ്റെ നിലപാട് ആവർത്തിച്ചതോടെയാണ് ഷാജിക്ക് ശക്തമായ പിന്തുണയുമായി ET മുഹമ്മദ് ബഷീറും രംഗത്ത് വന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന നിലപാട് മുസ്ലിം ലീഗ് ഒരിക്കലും എടുത്തിട്ടില്ലെന്നും പാണക്കാട് ശിഹാബ് തങ്ങളും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നുമായ വാദവുമായിട്ടായിരുന്നു ET മുഹമ്മദ് ബഷീർ മാധ്യമങ്ങളെ കണ്ടത്. മുനമ്പം വിഷയത്തിൽ ഇതുവരെ അഭിപ്രായം വ്യക്തമാക്കാതെ മൗനം പാലിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയാണെന്ന മട്ടിലായിരുന്നു ഇതുവരെ മുസ്ലിം ലീഗിൻ്റെ നീക്കങ്ങൾ. എന്നാൽ അവരുടെ നീക്കങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് KM ഷാജിയും ET മുഹമ്മദ് ബഷീറും MK മുനീറും രംഗത്ത് വന്നതോടെ മതേതരത്വ നിലപാടുകളെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ട് മുസ്ലിം സമൂഹത്തിൻ്റെ യാഥാസ്ഥിത നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന നീക്കങ്ങളാണ് ലീഗ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനുള്ളിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലെന്നും ലീഗിൻ്റേത് ഉറച്ച നിലപാടാണെന്നും മുസ്ലിം സംഘടനകളുടെ നിലപാട് തന്നെയാണ് ലീഗിൻ്റെ നിലപാടെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള ശിഹാബ് തങ്ങളുടെ പ്രതികരണവും മുനമ്പം വിഷയത്തിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് താൻ പറഞ്ഞത് എന്നുമുള്ള കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് വരാപ്പുഴയിൽ ലത്തീൻ പിതാക്കന്മാരുടെ അടുത്ത് പോയി ലീഗ് നടത്തിയത് വെറും നാടകം മാത്രമായിരുന്നു എന്നാണ്. തുടക്കത്തിൽ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാദഗതികളോട് താതാത്മ്യപ്പെട്ട് തന്നെയായിരുന്നു സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിലപാടുകളോട് യോജിച്ച് തന്നെയായിരുന്നു ലീഗ് നിലപാടുകൾ എടുത്തിരുന്നതെങ്കിലും ലീഗിലെ ഒരുപറ്റം നേതാക്കൾ അത് ഘടകവിരുദ്ധമായി നിലപാടുകളെടുത്ത് പ്രതിപക്ഷ നേതാവിനെ സമ്മർദ്ദത്തിലാഴ്ത്തുകയായിരുന്നു. ഈ വിമത വിഭാഗം ലീഗുകാർ കോൺഗ്രസിൻ്റെ മുനമ്പം ഒത്തുതീർപ്പ് നയത്തിനും സമുദായ സൗഹൃദത്തിനും തുരങ്കം വയ്ക്കുകയാണെന്നുമുള്ള നിലപാടിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. സതീശൻ്റെ നിലപാടിനെ തള്ളണോ ലീഗിൻ്റെ നിലപാടിനെ തള്ളണോ എന്നറിയാതെ കുഴയുകയാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. മുനമ്പം വിഷയത്തിൽ ലീഗ് അടങ്ങുന്ന UDF മുന്നണിയിൽ ആലോചിച്ച് തന്നെയാണ് നിലപാടെടുത്തതെന്നും പാർട്ടിയിൽ ഇക്കാര്യത്തിൽ യാതൊരു ഭിന്നതയില്ലെന്നും സംഘപരിവാറിൻ്റെ കെണിയിൽ വീഴരുതെന്നും വ്യക്തമാക്കിക്കൊണ്ട് VD സതീശൻ കടുത്ത ജാള്യതയോടെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. കാരണം മുനമ്പം വിഷയത്തിൽ പ്രതികരിച്ചപ്പോഴെല്ലാം സതീശൻ തെല്ലും ആശങ്കയില്ലാതെയും കലവറ കൂടാതെയും ആവർത്തിച്ചത് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്നായിരുന്നു. എന്നാൽ അത് സതീശന് ഉറച്ച ബോധ്യമുള്ള യാഥാർത്ഥ്യമല്ല. ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പ്രയോഗിക്കേണ്ടതിന് ലീഗിൻ്റെ കൂടെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കിയ UDF സ്റ്റണ്ട് മാത്രമാണ് അതെന്ന് അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് ഇന്ന് സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മുനമ്പത്തെ ഭൂമി വഖഫ് ആണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നിലപാടുകൾ നിർണ്ണയിക്കുന്നത് മുസ്ലിം ലീഗും ലീഗിൻ്റെ നിലപാടുകൾ നിർണ്ണയിക്കുന്നത് മറ്റു മുസ്ലിം സംഘടനകളുമാണെന്ന് കുഞ്ഞാലിക്കുട്ടിയും സതീശനും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഉപയോഗിക്കാൻ തന്ന താക്കിയ
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും ഉപയോഗിച്ച സതീശനെ ചവിട്ടിക്കൂട്ടിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ. കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് UDF നടത്തുന്ന ഈ പ്രഹസന നാടകങ്ങൾ അവർക്ക് തന്നെ വിനയാകുമെന്നും കക്ഷത്തിലിരിക്കുന്നത് പോകുമെന്നും ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനൊട്ട് പറ്റുകയുമില്ലെന്ന് കോൺഗ്രസ് പഠിച്ചാൽ അവർക്ക് കൊള്ളാം എന്നേ പറയാനുള്ളൂ.